മലയാളത്തിൽ നമ്മൾ ഴ എഴുതുന്ന പോലെ തിരിച്ചെഴുതുക. ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന് താഴെ വന്നിട്ട് വളച്ചു കൊടുക്കുക. ഹ വാവ് റാ പോലെ ഇട്ട് വളച്ചു കൊടുക്കുക. വാവ് യാ നമ്മൾ ഉച്ചരിക്കാം. അലിഫ് ബാ താ ഹാ ജീം ഹാ ഹാ ദാല് റാല് റാ സാ സീന് ഷീന് സ്വാദ് ളാദ് ത്വാ ളാ ഐന് ഗൈന് ഫാ ഖാഫ് കാഫ് ലാം മീം നൂന് ഹാ വാവ് യ. ഇതാണ് അറബിയിലെ 28 അക്ഷരമാലകൾ. ഇതുകൂടാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന 2-3 അക്ഷരങ്ങൾ കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അക്ഷരം കാണും. ഇതിന് ലാമലിഫ് എന്നാണ് പറയുന്നത്. ലാമലിഫ് കാരണം ലാമോ ഇങ്ങനെ എഴുതിയിട്ട് ഒരു അലിഫിനെ ചിരിച്ചെഴുതും. അപ്പൊ അതുകൊണ്ട് അതിന് പേര് ഒന്നാണ് ലാമലിഫ്. ലാമലിഫ് എന്നാണ് ഈ അക്ഷരത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ലാമലിഫ്. പിന്നീട് ഖുർആനിൽ ഇങ്ങനെ യാ പോലെ 2 സൈഡിൽ നീട്ടിങ്ങനെ ഉണ്ടാവും. മലയാള പ്രസിലൊക്കെ അടിച്ച മലയാളികൾ അടിച്ച പരപ്പരങ്ങാടിയിലൊക്കെ അടിച്ച രീതിയിലുള്ള ആ മുസാഫുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ അക്ഷരം കാഫാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാഫ്, ഈ കാഫ് ഉണ്ടല്ലോ, ഈ കാഫ് പോലെ തന്നെയാണ് ഈ കാഫ് ഉച്ചരിക്കേണ്ടത്. നമ്മൾ ഇപ്പൊ ഖുർആനിൽ ലക്കും ദീനുക്കും എന്നുള്ള ചിലപ്പോ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കും. ലക്കും ഖുർആനിൽ കാണാം, ലക്കും ദീനുക്കും. അപ്പൊ ഇത് കാഫാണ്. അപ്പൊ ഈ അക്ഷരം കണ്ടാൽ ഈ അക്ഷരം എന്താണെന്ന് നമ്മൾ അറിയാതെ മടിച്ച് അറച്ചു നിൽക്കേണ്ട. കാഫ് എന്നാണ് ഉപയോഗിക്കുന്നത്, കാഫ്. അപ്പൊ ഇതിന് പറയുന്ന അക്ഷരം കാഫ്. ഇത് ലാമലിഫ്. പിന്നെ ഒരു ലാം എഴുതും. ലാം എഴുതി ഇതിന്റെ അകത്ത് സാധനം പറയുമ്പോൾ അലിഫ് അതിന് തുല്യമായ മറ്റൊരു അക്ഷരമാണ് ഹംസ്. ഇതിന് സ്വരം കൊടുക്കുമ്പോൾ, അലിഫിന് സ്വരം കൊടുക്കുമ്പോൾ ആ ഈ ഉ എന്ന് ഉച്ചരിക്കുന്ന പോലെ ഈ ഹംസിന് സ്വരം കൊടുക്കുമ്പോൾ ആ ഈ ഉ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ലാമിനകത്ത് ഈ ഹംസ് വന്നു കഴിഞ്ഞാൽ ഇത് കാഫ് എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. കാഫ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഒരേ മാതിരിയാണ്. അപ്പൊ ഈ 3 രീതിയിലുള്ള കാഫും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് കാഫ്, ഇത് കാഫ്, ഇത് കാഫ്. ചില ആൾക്കാർ ഇനി കേഫ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്, കേഫ്. പക്ഷെ കേഫ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ കേഫ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഖുർആനിൽ അങ്ങനെ ഒരു പദം എടുത്ത് ഓതാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് ഇത് 3ഉം കാഫ് എന്ന് മനസ്സിലാക്കിയിരിക്കുക, കാഫ്. അപ്പൊ ഇങ്ങനെ കണ്ടാലും ഈ രീതിയിൽ കണ്ടാലും ലാമിനകത്ത് ഹംസ് എഴുതി കണ്ടാലും ഇത് 3ഉം ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നീട് ഈ ഹംസ് അലിഫിന് തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു, 2ഉം ഈക്വലാ. ഈ ഹംസ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ചിലപ്പോൾ വാവിന്റെ കൂടെ വരും. ഖുർആൻ ഇങ്ങനെ ഓതി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ യാ എഴുതിയിട്ട് യാന്റെ പുറമെ വരും. ചിലപ്പോൾ അലിഫിന്റെ കൂടി വരാറുണ്ട്. അലിഫിന്റെ താഴെ എഴുതാറുണ്ട്, മുകളിൽ എഴുതാറുണ്ട്, ഇങ്ങനെ എഴുതാറുണ്ട്. ഈ ഹംസ് എന്ന അക്ഷരം ഖുർആനിൽ മറ്റുള്ള അക്ഷരങ്ങളുമായി കൂടി വരുമ്പോൾ ഈ ഹംസ് ഒറ്റക്ക് വരില്ല. ഈ ഹംസ് എന്ന അക്ഷരം ഒന്നെങ്കിൽ വാവിന്റെ പുറത്തോ അല്ലെങ്കിൽ യാന്റെ പുറത്തോ അല്ലെങ്കിൽ അലിഫിന്റെ പുറത്തോ ഉണ്ടാവും. പിന്നെ വാവിന്റെ പുറത്താണ് വരുന്നതെങ്കിൽ ഇപ്പൊ ഫത്തഹ ആണെങ്കിൽ ആ, കിസ്റാണ് വരുന്നതെങ്കിൽ ഈ, ലമ്മാണ് വരുന്നെങ്കിൽ ഉ, സുക്കുനാണ് വരുന്നെങ്കിൽ ഇ. അതായത് വാവല്ല ഉച്ചരിക്കേണ്ടത് നമ്മൾ. ഈ ഹംസ് എന്ന അക്ഷരം ഏത് അക്ഷരത്തിന്റെ പുറത്താണോ വരുന്നത് ആ അക്ഷരമല്ല നമ്മൾ ഉച്ചരിക്കേണ്ടത്, മറിച്ച് ഹംസിനെയാണ് ഉച്ചരിക്കേണ്ടത്. ഹംസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ വാവിന്റെ പുറത്ത് വന്നപ്പോൾ നമ്മൾ വാ എന്നല്ല പറയേണ്ടത്, ആ എന്ന് പറയണം. അതേപോലെ തന്നെ യാന്റെ പുറത്ത് വന്നപ്പോൾ യാ എല്ലാം ഉച്ചരിക്കേണ്ടത്, അതിനല്ല പ്രാധാന്യം.
ഹംസിനാണ്. അപ്പൊ അതിന്റെ അടയാളം നോക്കി, ഫത്തഹാണോ കിസറാണോ ലമ്മാണോ സുക്കുനാണോ എന്താണോ അതിന് അടയാളം, ആ അടയാളം നോക്കിയാണ് അത് ഉച്ചരിക്കേണ്ടത്. അലിഫിന് പുറത്ത് ഹംസ വന്നാൽ രണ്ടും തുല്യമാണല്ലോ. അതുകൊണ്ട് അലിഫിന് എന്തൊക്കെ കിട്ടുന്നോ അത് തന്നെ ഹംസിനും കിട്ടും. ഇത് നമ്മൾ മനസ്സിലാക്കുക. ലാമിനകത്ത് ഹംസ എഴുതിയാൽ അത് കാഫ് എന്ന് വായിക്കും. ഹംസ് ഖുർആൻ നമ്മൾ ഓതി വരുമ്പോൾ ഒരു പക്ഷേങ്കിൽ വാവിന്റെ പുറത്തോ യാന്റെ പുറത്തോ അലിഫിന്റെ പുറത്തോ കാണാം. അങ്ങനെ വന്നാൽ ഹംസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഹംസാണ് നമ്മൾ വായിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതിന്റെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഷദ്. പിന്നെ ചെറിയ ഡബ്ല്യു പോലെ അക്ഷരത്തിന്റെ മുകളിൽ കാണാം. ഇതിന് ഷദ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലെ ചെറിയ ഡബ്ല്യു പോലെ നമ്മൾ എഴുതും. ഇതിന് ഷദ് എന്നാണ് പറയുന്നത്. അക്ഷരത്തെ ഘനപ്പിക്കാൻ, കട്ടികൂട്ടി ഉച്ചരിക്കാൻ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ അറബിയിൽ ഉമ്മുൻ എന്ന് പറയാറുണ്ട്, ഉമ്മുൻ, ഉമ്മ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഉമ്മുൻ എന്ന് നമ്മൾ അറബിയിൽ എഴുതുമ്പോൾ അലിഫ് എന്ന അക്ഷരത്തിൽ അമ്മ കൊടുക്കുക, അപ്പൊ ഊ എന്നായി. പിന്നെ മീം എഴുതുക, ഷദ് കൊടുക്കുക, എന്നിട്ട് ഇരട്ടളമ്മ കൊടുക്കണം, തന്മീളമ്മ, ഉമ്മുൻ. അപ്പൊ ഈ മീമിൽ എന്ത് ചെയ്തു? ഷദ് ഇരട്ടിപ്പിച്ചു. അപ്പൊ ഒരു അക്ഷരത്തെ ഇരട്ടിപ്പിക്കാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഷദ്. അപ്പൊ ഇതിനെ ഷദ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഖുർആനിലൊക്കെ നമുക്ക് ഓതി വരുമ്പോൾ ഈ ഷദ് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അക്ഷരത്തെ ഘനപ്പിക്കാതെ ഓതിപ്പോവും. ഖുർആൻ നമ്മൾ ഓതി വരുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബ് ഉണ്ടോ? റബ്ബിൽ ആലമീൻ എഴുതിയപ്പോൾ പറഞ്ഞപ്പോൾ റായിന് ഫതഹ്, ബായിന് ഷദ്, കിസർ, റബ്ബിൽ. ഒരു അലിഫ് വേണം, അലിഫ് സൈലന്റ് ആണ്. ലാമ് ഐന്, റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ ഓതി വന്നപ്പോൾ ഫാത്തിഹയിലെ റബ്ബ്. അപ്പൊ ആ റബ്ബ് എന്നുള്ള അക്ഷരത്തെ കട്ടുകൂട്ടിയത് എന്താണ്? ഷദ്ദാണ്. അപ്പൊ ഈ അക്ഷരത്തിന് പറയുന്ന, ഈ സാധനത്തിന് പറയുന്ന പേര് ഷദ് എന്നാണ്. ഷദ് ഉപയോഗിക്കുന്നത് അക്ഷരത്തെ ഘനപ്പിക്കാനാണ്, ഇരട്ടിപ്പിച്ച് ഉച്ചരിക്കാനാണ്. പിന്നെ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനൊരു വര കാണാം, ഇങ്ങനൊരു വര കാണാം. ഖുർആൻ ചില അക്ഷരങ്ങൾ പുറത്ത് ഇങ്ങനെ വര കാണാം. ഈ വരക്ക് പറയുന്ന മദ് എന്നാണ് പറയുന്നത്. മദ്, മദ് എന്ന് പറഞ്ഞാൽ അത് ഏത് അക്ഷരത്തിന്റെ മുകളിലാണോ വന്നത് ആ അക്ഷരത്തെ നമ്മൾ നീട്ടണം എന്നാണ്. ഖുർആൻ ഓതുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ നമ്മൾ നീട്ടിയത് ഈ ആയിന്റെ മുകളിൽ ഈ മദ് വന്നുകൊണ്ടാ. മദ് ഇല്ലെങ്കിൽ സാധാരണ നീട്ടണം, യാ അയ്യുഹല്ലദീന. പക്ഷെ മദ് കണ്ടാലോ യാ എന്നങ്ങനെ നീട്ടി വായിക്കാൻ. അപ്പൊ ഏത് അക്ഷരത്തിന്റെ പുറത്താണോ ഈ മദ് എന്ന വര കാണുന്നത് ആ അക്ഷരം നല്ലപോലെ നീട്ടണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് മദ് എന്നാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ അക്ഷരത്തിന് പറയുന്ന പേര് ലാം അലിഫ്. ഇത് മൂന്നും കാഫ് എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. പിന്നെ ഇത് മദ്, നേരത്തെ പഠിച്ച അക്ഷരം കട്ടികൂട്ടാനുള്ളത് ഷദ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ 28 അക്ഷരമാലകൾ പഠിച്ചതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്.